ദിവസേന രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ടീസ്പൂൺ ശുദ്ധമായ പശു നെയ്യ് രാവിലെ വെറും വയറ്റിലങ്ങോട്ട് കഴിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഒന്ന് വിശദമായിട്ട് പറയാമോ? നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ഇത് തീർച്ചയായിട്ടും വളരെ ഗുണകരമായ ഒരു സംഗതി തന്നെയാണ് നെയ്യ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന്, ഏതൊക്കെ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന് പറയാം. എന്നാൽ ചില കണ്ടീഷൻസിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതുണ്ട് എന്നിങ്ങനെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ചില സംഗതികൾ ഇവിടെ അവതരിപ്പിക്കാം. അതുപോലെ തന്നെ ചില ആധുനിക കാഴ്ചപ്പാടുകളും നെയ്യിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചേർക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. നെയ്യിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, അതായത് ഘൃതം വാതദോഷത്തെയും പിത്തദോഷത്തെയും ശമിപ്പിക്കുന്നു, നിയന്ത്രിച്ചു നിർത്താനായിട്ട് സഹായകരമാകുന്നു. അതുതന്നെയാണ് ഇതിന്റെ പ്രധാന ഗുണം. ഇതിന് ചില രസായന ഗുണങ്ങളും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഘൃതം പ്രധാനമായിട്ട് ശരീരത്തിലെ രൂക്ഷത ഇല്ലാതാക്കുന്നു, ശരീരത്തിന് സ്നിഗ്ധത പ്രദാനം ചെയ്യുന്നു. അതുവഴി ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വാതപിത്ത ദോഷങ്ങളെ ശമിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതിന് ദീപന സ്വഭാവമുണ്ട്. അപ്പോൾ ഈ ദീപന സ്വഭാവം ഉള്ളതുകൊണ്ട് അഗ്നിദീപ്തി ഉണ്ടാകുന്നു, ജഠരാഗ്നിക്ക് ബലം നൽകുന്നു, നല്ല ഡൈജസ്റ്റീവ് പവർ ഉണ്ടാകുന്നു എന്നർത്ഥം. വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അപ്പോൾ വിശപ്പില്ലാത്തതുകൊണ്ടും ഇനി അതല്ലെങ്കിൽ നമ്മൾ കഴിച്ച ആഹാരം പൂർണ്ണമായിട്ട് ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ആ പ്രക്രിയ കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടും നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര പോഷകങ്ങൾ ലഭിക്കായക, അതല്ലെങ്കിൽ ശരീരത്തിൽ രൂക്ഷത വർദ്ധിച്ചിരിക്കുക, സ്നിഗ്ധാംശം വളരെയധികം കുറഞ്ഞിരിക്കുക, അതുവഴി ഉണ്ടാകുന്ന ചർമ്മത്തിലും, അതുമാത്രമല്ല ഒട്ടനവധി ശരീരത്തിൽ രൂക്ഷത വർദ്ധിച്ച് വാദം വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകൾക്കെല്ലാം തന്നെ ശമനം ലഭിക്കുന്നതിനും ഈ ഘൃതപ്രയോഗം സഹായകരമാണ്. അതായത് ഘൃതം സ്നിഗ്ധമാണ്, സ്നിഗ്ധത കൊടുക്കുമ്പോൾ രൂക്ഷത കുറയുന്നു. അതുതന്നെ അപ്പോൾ ഈ വിശപ്പ് വർദ്ധിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ ദീപന സ്വഭാവം അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതുകൊണ്ട് വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ പൂർണ്ണമായിട്ട് ദഹിച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിന് സഹായകരമാകുന്നുണ്ട്. അത് ഒന്നാമത്തെ സംഗതി. രണ്ടാമതായിട്ട് ശരീരത്തിലും ദഹനേന്ദ്രിയ വ്യൂഹത്തിലും മൊത്തത്തിൽ ഒരു ലൂബ്രിക്കേഷൻ എഫക്റ്റ് കിട്ടുന്നുണ്ട്. സ്നിഗ്ധാംശം, സ്നേഹാംശം കിട്ടുന്നുണ്ട്. സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം അനുഭവിക്കുന്നവർക്ക് സുഖശോധന ലഭിക്കുന്നതിനും സഹായകരമാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ്, ശരീരത്തിന് വേണ്ടത്ര ഊർജ്ജം ലഭിക്കുന്നു, എനർജിയും എന്തൂസിയാസവും ഒക്കെ ലഭിക്കുന്നു. വളരെ ഉണർവോടും ഉന്മേഷത്തോടും കൂടെ പ്രവർത്തിക്കുന്നതിന് സഹായകരമാകുന്നു. അതായത് ശരീരത്തിലെ ഓജസ് വർദ്ധിക്കുന്നു എന്നർത്ഥം. ഇനി മറ്റൊരു സംഗതി, ഇതിന് മേധ്യരസായനത്തിന്റെ ഗുണമുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറ്റൊരു സംഗതി എടുത്തു പറയാനുള്ളത്, ശരീരത്തിന് വേണ്ടത്ര സ്നിഗ്ധാംശം ലഭിക്കുക വഴി നമ്മുടെ ചർമ്മത്തിനും അതുപോലെ തന്നെ മുടിക്കും മുടിവേരുകൾക്കും ഒക്കെ ഉറപ്പുള്ളതാക്കുന്നതിനും ഒരു തിളക്കമുള്ളതാക്കുന്നതിനും സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കി വെക്കുന്നതിന് ചർമ്മവും അതുപോലെ തലമുടി വളരുന്നതിന് പോലും സഹായകരമാകുന്നുണ്ടെന്നർത്ഥം. കാരണം പല രോഗാവസ്ഥയിലും ശരീരത്തിൽ രൂക്ഷത വർദ്ധിച്ച് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാകുന്നു, അതുവഴി ഹെയർ ഫോൾ ഉണ്ടാകുന്നു. അതൊക്കെ നിയന്ത്രിക്കുന്നതിന് പോലും ഈ നിത്യേന ഒരു ടീസ്പൂൺ ശുദ്ധമായ പശു നെയ്യ് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് കഴിക്കുന്നത് സഹായകരമാവും. ഇനി മറ്റു ചില ഗുണങ്ങൾ പറയുകയാണെങ്കിൽ, ഇത് കോൺസ്റ്റിപ്പേഷനും മലബന്ധമൊക്കെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു. അതുപോലെ ആമാശയത്തെയും കോഷ്ഠത്തെയും ആശ്രയിച്ച് വാദം വർദ്ധിച്ചുണ്ടാകുന്ന പലതരം ബുദ്ധിമുട്ടുകൾ, ഈ മലബന്ധം, പലതരത്തിലുള്ള ഗ്യാസ് ട്രബിള്, ബ്ലോട്ടിങ്ങും ഗ്യാസും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ വാദത്തെ നിയന്ത്രിക്കുന്ന വഴി കുറഞ്ഞു വരുന്നുണ്ട്. ഒപ്പം തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാവുന്നു, മലബന്ധം ഇല്ലാതാവുന്നു, സുഖശോധന ലഭ്യമാകുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പൈൽസ് അഥവാ അർഷസിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ സിവിയർ ആയിട്ടുണ്ടാവും. അത്തരക്കാർക്കും ഈ പശു നെയ്യ് കഴിക്കുന്നത് നല്ലതാണ്. അത്തരക്കാർ പൈൽസ് രോഗികൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു 4-5 അല്ലി ചുവന്നുള്ളി അരിഞ്ഞെടുക്കുക, അതിലേക്ക് 1-2 ടീസ്പൂൺ പശു നെയ്യ് ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ആദ്യത്തെ ഉരുള ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുന്നത് സുഖശോധന കിട്ടുന്നതിന് സഹായകരമാകുന്നു. ഈ പൈൽസിൻ്റെ കാഠിന്യം കുറച്ച് കൊണ്ടുവരുന്നതിന് സഹായകരമാകുന്നുണ്ട്. പൈൽസിൻ്റെ ചികിത്സാ രീതികളെപ്പറ്റി അതുപോലെ ചുവന്നുള്ളിയുടെ ഗുണങ്ങളെപ്പറ്റി എല്ലാം മുൻപ് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അതുപോലെ ലാസ്റ്റ് ഇവിടെ എൻ സ്ക്രീനിലുണ്ടാവും, നിങ്ങൾ കയറി കാണേണ്ടതാണ്. ഇനി ചിലർക്കൊക്കെ ഇത് കഴിക്കാൻ പാടില്ലാത്ത അവസ്ഥകളുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അതായത് തീർത്തും ദഹനമില്ലാത്ത അവസ്ഥ, വിശപ്പ് തീരെ ഇല്ലാത്ത അവസ്ഥ, അതുപോലെ കഫദോഷം വർദ്ധിച്ച് അഗ്നിവാന്ത്യം കൊണ്ട് ദഹനക്കേടുണ്ടായിട്ട് ഓക്കാനവും ഛർദിയും, അതുപോലെ ചില കരൾ സംബന്ധമായ രോഗാവസ്ഥകൾ, കഫദോഷം വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകൾ, കരളിനെ ആശ്രയിച്ച് കരളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുക, അത്തരം രോഗാവസ്ഥകളിലൊക്കെ നെയ്യ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം ആ ചെറിയ തോതിലാണെങ്കിൽ പോലും ആ ഘൃതത്തിൻ്റെ അളവിനെ ദഹിക്കുന്നതിന് പോലും തീരെ ദഹനശക്തി ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ വീണ്ടും നെയ്യ് കൊടുത്തു കഴിഞ്ഞാൽ അത് ദഹിക്കാതെ വരികയും ഓക്കാനവും ഛർദിയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കൂടാനായിട്ട് സാധ്യതയുണ്ട്.
അതായത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് വാതദോഷത്തെയും പിത്തദോഷത്തെയും ശമിപ്പിക്കാൻ സഹായകരമാവുന്നു എന്ന് പറയുമ്പോൾ അവിടെ നാച്ചുറലി കഫദോഷം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ കഫദോഷം വർദ്ധിച്ച് കഫസംബന്ധമായ രോഗാവസ്ഥകൾ ഉള്ള അവസ്ഥയിൽ അഗ്നിമാന്ദ്യവും ദഹനക്കേടും ആമാവസ്ഥയും ഒക്കെ ഉള്ളപ്പോൾ വീണ്ടും നെയ്യ് ഭക്ഷിച്ചാൽ അത് ബുദ്ധിമുട്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. ഇനി മറ്റൊരു സംഗതി, നെയ്യ് പതിവായിട്ട് കഴിച്ചാൽ ചെറിയ തോതിൽ ഓൾറെഡി അമിത ശരീരഭാരമുള്ളവർക്ക് ശരീരഭാരം വീണ്ടും വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. ഇനി നെയ്യ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ ചില സംഗതികൾ പറഞ്ഞുതരാം. ഇത് കഴിക്കാനായിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണ് ഏറ്റവും ഉചിതം. നെയ്യ് കഴിച്ച് ഏകദേശം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമ്മുടെ കാലത്തെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഞാൻ ഘൃതങ്ങൾ നിശ്ചയിക്കുമ്പോൾ പ്രധാന ഭക്ഷണത്തിന് ഏകദേശം 1 മണിക്കൂർ മുൻപ് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പിട്ട് വേണം കഴിക്കാൻ നടത്താം. എന്നാൽ ഈ നെയ്യ് ദഹിച്ച് ശരീരത്തിലേക്ക് പിടിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ അടുത്ത ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 1 ടീസ്പൂൺ അളവേ ഉള്ളെങ്കിൽ പോലും ഇത് കഴിച്ചതിൻ്റെ പുറകെ അല്പം ചൂടുവെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ കലക്കി ചേർത്ത് കഴിക്കുകയോ ചൂടുള്ള പാലിൽ ചേർത്ത് കഴിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് കഴിച്ചതിൻ്റെ പുറകെ തണുത്ത വെള്ളമോ തണുപ്പുള്ള സംഗതി ഉപയോഗിക്കാതിരിക്കണം. കാരണം അത് കഫത്തെ വർദ്ധിപ്പിക്കും, അഗ്നിമാന്ദ്യം ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ്. ഇനി മറ്റൊരു സംഗതി, ഈ ഘൃതസേവയെ പറ്റി ആചാര്യന്മാർ മറ്റൊരു കോണ്ടക്സ്റ്റിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ചില സംഗതികളും കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കാം. അതായത് ഉഷ്ണകാലേ നിശി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചൂട് കാലത്ത് നമ്മുടെ ശരീരവും അന്തരീക്ഷവും വളരെയധികം ചൂട് പിടിച്ചിരിക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഈ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതിന് പകരം രാത്രി ഡിന്നർ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് കഴിക്കുന്നതായിരിക്കും ഉചിതം. ഇനി അതല്ലെങ്കിൽ ഡിന്നർ കഴിച്ച് 1-2 മണിക്കൂറിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഉഷ്ണകാലത്ത് രാത്രിയിൽ കഴിക്കാനും മറ്റ് തണുപ്പ് കാലത്തും മഞ്ഞുകാലത്തും ഒക്കെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും ഉചിതമായിരിക്കും. ആധുനിക കാഴ്ചപ്പാടുകൾ അനുസരിച്ചുള്ള ചില സംഗതികൾ കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നതിനും സഹായകരമായ ചില ഫാറ്റി ആസിഡ്സ് ഇതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് ആധുനിക ശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും വൈറ്റമിൻ കെയും ഇതിലടങ്ങിയിട്ടുള്ളതായിട്ട് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നീർക്കെട്ടിനെ കുറയ്ക്കുന്നതിനും അതുപോലെ ധാരാളം ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ ആരോഗ്യം ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹെൽത്തി കൊളസ്ട്രോളും ശുദ്ധമായ പശു നെയ്യിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പശു നെയ്യ് കഴിക്കുമ്പോൾ ഇത് ശുദ്ധമാണെന്നും ഓർഗാനിക് ആണെന്നും ഉറപ്പുവരുത്തിയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ഇത് വാത പിത്ത ദോഷങ്ങളെയാണ് ശമിപ്പിക്കുന്നത്, കഫദോഷത്തെ ചെറുതായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർത്തും വിശപ്പില്ലാത്ത അവസ്ഥ, കഫസംബന്ധമായ രോഗാവസ്ഥകളുള്ളവർ, ദഹനത്തകരാറും ആമാവസ്ഥയും പനിക്കോളും ഒക്കെ ഉള്ള സമയത്ത് ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കേണ്ടതാണ്. നെയ്യ് കഴിച്ചതിൻ്റെ പുറകെ തണുപ്പുള്ള സംഗതികൾ കഴിക്കരുത്. ചൂടോടെ എന്തെങ്കിലും ചൂടുവെള്ളമോ ചൂടുള്ള പാലോ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവസാനമായിട്ട് ഒരു ബോണസ് പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ശരീരഭാരം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നെയ്യ് കഴിക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വെക്കണം, നിങ്ങളുടെ വിശപ്പിന് അനുസൃതമായിട്ട് മാത്രമേ നെയ്യ് കഴിക്കാവൂ. വിശപ്പ് കുറവുള്ളവരോ വിശപ്പില്ലാത്തവരോ ആണെങ്കിൽ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആദ്യമേ നെയ്യ് എടുത്ത് കഴിക്കരുത്. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് മാത്രമല്ല മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വിശപ്പില്ലെങ്കിൽ വിശപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടതായ ഔഷധങ്ങൾ സേവിക്കുകയോ അതിനായിട്ടുള്ള ചികിത്സകളോ സ്വീകരിച്ച് ആവശ്യത്തിന് വിശപ്പുണ്ട് നമ്മൾ എന്ത് കഴിച്ചാലും ദഹിക്കും എന്നുള്ളൊരവസ്ഥ വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നെയ്യുകൾ കഴിക്കാവുന്നതാണ്. അതിനനുയോജ്യമായിട്ടുള്ള ആയുർവേദ ഔഷധ ഘൃതങ്ങൾ ലഭ്യമാണ്. അതൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഡോക്ടർ സേവ്യർ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.